ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ദേഷ്യം വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ചില ചോദ്യങ്ങളിലേക്കും അതിന്റെ മറുപടികളിലേക്കും പ്രവേശിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഉസ്താദെ, ഒരു സംശയം. നിഫാസ് അധികരിച്ചത് 60 ദിവസമല്ലേ? അപ്പോൾ 60 ദിവസം കഴിഞ്ഞിട്ടും രക്തം കണ്ടു, 15 ദിവസം വരെ ഉണ്ടായി. ആ രക്തം ഹൈലിൽ പെടുമോ? ഈ കാലയളവിൽ നിസ്കരിച്ചിട്ടുമില്ല, നിസ്കാരം ഖളാ വീട്ടണമോ? അതെ, നിഫാസിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 60 ദിവസം തന്നെയാണ്. നമുക്കറിയാലോ, നിഫാസ് പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്ന രക്തം ഉണ്ടല്ലോ. സാധാരണ സ്ത്രീകളൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് നിസ്കരിക്കാറില്ലല്ലോ. എന്താണ് കാരണം? അവർക്ക് നിഫാസാണ്. ആ പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്ന ആ രക്തം നിഫാസ്, അത് കുട്ടി പൂർണ്ണമായും പുറപ്പെട്ടതിന് ശേഷം, കുട്ടിയും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പുറപ്പെട്ടതിന് ശേഷം പുറപ്പെടുന്ന ആ രക്തം, അതിനാണ് ഇപ്പൊ നിഫാസ് എന്ന് പറയാം. ആ നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡ് നേരെ രക്തം പുറപ്പെട്ടു, പിന്നെ നിൽക്കും ചെയ്യും. പിന്നെ തീരണ്ടായിക്കോളുന്നില്ല. അതോടുകൂടി അവൾ പിന്നെ കുടിച്ച് ശുദ്ധിയാവണം. പിന്നെ അത് മുൻക്ക് നിസ്കരിക്കാൻ നിർബന്ധ. മനസ്സിലാകണ്ടല്ലോ. നിഫാസേ ചില സ്ത്രീകൾ 40 ദിവസം അങ്ങനെ കെടുക്കൊന്നും വേണ്ട, രക്തം പുറപ്പെടുന്നില്ലെങ്കിലും. കെടുക്കണ്ടെന്നല്ലാറത് നിസ്കാരം. നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ചില പെണ്ണുങ്ങൾക്ക് അല്പനേരം മാത്രം പുറപ്പെടും, പിന്നീട് അവർക്ക് രക്തം പുറപ്പെടൂല. അപ്പൊ അവർ കുടിക്കണം, വലിയ ശുദ്ധീകരണമുള്ള നീയത്തോടു കൂടി കുളിച്ച് അവർ നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ആ നിഫാസ് കൊണ്ട് ഹറാമായ കാര്യങ്ങളൊക്കെ അവർക്ക് ഹലാലാവും ചെയ്യും. പിന്നെ അതേ സമയത്ത് സാധാരണ സ്ത്രീകൾക്ക് നിഫാസ് ഉണ്ടാകും 35, 40, 42 ഇങ്ങനത്തെ ദിവസങ്ങളിലാണ് സാധാരണ പെണ്ണുക്ക് ഈ രക്തം പുറപ്പെടുക. ഒരു 35, 36, 37, ചിലപ്പോൾ 40, 41, 42 ഇങ്ങനെയൊക്കെ ആവും. എന്നാൽ അധികരിച്ചാൽ 60 ദിവസം വരെയൊക്കെ ഉണ്ടാവുള്ളൂ നിഫാസ്. 60 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടാൽ മനസ്സിലാക്കണം അത് നിഫാസ് അല്ല, അത് അവൾക്ക് രോഗമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡും, സാധാരണയിൽ 40 ദിവസവും, അധികരിച്ചാൽ 60 ദിവസവുമാകുന്നു. 60 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടാൽ മനസ്സിലാക്കണം അത് നിഫാസ് അല്ല, അത് രോഗമാണ്. ഇവിടെ ചോദ്യം അല്ലട്ടാ. ഒരു പെണ്ണെന്തുണ്ടായി? 60 ദിവസം നിഫാസ് ഉണ്ടായി. പ്രസവിച്ചോടെ മുതൽ 60 ദിവസം തുടർച്ചയായി അവൾക്ക് രക്തം പുറപ്പെടുകയാണ്. പിന്നെന്ത് ചെയ്ത്? ആ 60 ദിവസം കഴിഞ്ഞ ശേഷം 15 ദിവസം കൂടി രക്തം കണ്ടു. എന്നാൽ ആ 15 ദിവസത്തെ രക്തം അത് ഹൈലാണോ അതല്ല അവൾക്ക് രോഗമാണോ എന്നപ്പോ സംശയം. ചോദ്യം അതാണ്. 60 ദിവസം കഴിഞ്ഞ ശേഷം രക്തം മുറിഞ്ഞു, അതൊരു സെക്കൻഡ് സമയമാണെങ്കിലും ശരി, രക്തം തന്നെ മുറിഞ്ഞ് പിന്നെ വീണ്ടും പുറപ്പെട്ടു നിൽക്കുക, എന്നാൽ അത് ഹൈലാണ്. ശ്രദ്ധിക്കണ്ട. അക്സറുൻ നിഫാസായ 60 ദിവസം, ആ 60 ദിവസം രക്തം പുറപ്പെട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? അവളുടെ രക്തം വരവ് ഒന്നാൻ നിന്നു. ഏത് രീതിയിൽ നിന്നു? അവൾ ഒരു വെള്ള പഞ്ഞി അവളുടെ യോനിയിൽ വെച്ചാൽ ആ പഞ്ഞി എടുത്താൽ അത് വെള്ള കളർ തന്നെയായിരിക്കും. രക്തത്തിന്റെ രക്ത കളർ അതിനുണ്ടാവുകയില്ല. ആ രീതിയിൽ വരവ് നിന്നിട്ടുണ്ട്. എന്നിട്ടോ അത് കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ, 1 മിനിറ്റോ 2 മിനിറ്റോ, അതിൽ ഒരു സെക്കൻഡ് നേരം മാത്രം രക്തം നിന്ന്. അതിനുശേഷമാണ് പിന്നെന്ത് ചെയ്തത്? രക്തം പുറപ്പെട്ടത്. ആ രക്തം പുറപ്പെട്ടത് 15 ദിവസത്തിനേക്കാളും കൂടിയിട്ടില്ലെങ്കിൽ അത് ഹൈദ് തന്നെയാണ്. നേരെ മറിച്ച് 60 ദിവസം കഴിഞ്ഞിട്ടും രക്തം വരെ നിൽക്കാതെ 61ാമത്തെയും 62ാമത്തെയും 63ാമത്തെയും ഒക്കെ ദിവസം എന്ത് ചെയ്യാണ്? രക്തം ഇങ്ങനെ കാണാണ്. എന്നാൽ അത് ഹൈദ് അല്ല, അത് രോഗമാണ്. മനസ്സിലാണ്ടാവില്ല. അപ്പൊ 60 ദിവസത്തിന് ശേഷം ആ പുറപ്പെടുന്നത് ഹൈദ് അല്ല, അത് രോഗമാണ്. അപ്പോൾ അവൾക്ക് അവൾക്ക് നിസ്കരിക്കാൻ നിർബന്ധമാണ്, നോൽക്കൽ നിർബന്ധമാണ്. മനസ്സിലായല്ലേ? നേരെ മറിച്ച് 60 ദിവസം കഴിഞ്ഞ് ഒരു സെക്കൻഡ് സമയമാണെങ്കിൽ ശരി, രക്തം വരവ് നിന്ന് എന്നിട്ട് വീണ്ടും തുടങ്ങി, 15 ദിവസം വീണ്ടും രക്തം കണ്ടു, എന്നാൽ അതെന്താണ്? ഹൈലാണ്. അപ്പൊ നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് നിൽക്കാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? എന്താണ് ഇതിന് കാരണം നിഫാസ്, അക്സറുൻ നിഫാസ്, അധികരിച്ച നിഫാസ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സമയമെങ്കിലും രക്തം നിൽക്കുകയും പിന്നീട് രക്തം പുറപ്പെടുകയും ചെയ്താൽ അത് ഹൈദാണ്.
നേരെ മറിച്ച് ഒരു സെക്കൻഡും രക്തം നിന്നില്ല, പിന്നെ തുടർച്ചയായി രക്തം വരിക തന്നെയാണ് 60 ദിവസം കഴിഞ്ഞ ശേഷവും. എന്നാൽ അത് ഹൈലല്ല, അത് രോഗമാകുന്നു. മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നിസ്കരിക്കലും നോമ്പൊലിക്കലും നിർബന്ധമാണ് എന്നർത്ഥം. പിന്നെ ഈ കാലയളവിൽ നിസ്കരിച്ചിട്ടുള്ള നിസ്കാരം ഖളാ വീട്ടണമോ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. രോഗാണെങ്കിലേ അത് നേരത്തെ വിഷയം പറഞ്ഞു. പിന്നെ ആൻസർ PM ചെയ്യണം ഉസ്താദെ, മൈക്കിൽ പറയുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഈ ആൾക്ക് സഹോദരൻ അറിയില്ല, ഏതായാലും ഞാനത് PM കൊടുത്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ചില ഇതൊക്കെ കുറെ അധികം ഇത് PM-ലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ എത്ര പണിയുണ്ടല്ലേ. ഇത് PM-ലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ അങ്ങനെയുള്ള PM-ലൂടെ നമ്മൾ മറുപടി കൊടുക്കൂല. ഞാൻ മൈക്ക് എടുക്കുമ്പോൾ പറയാം എന്നേ പറയുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സകാത്തിന് അർഹനായ ഒരാളുടെ ബന്ധു ഉടമയുടെ മഹല്ലിന് പുറത്താണ് എങ്കിൽ അയാൾക്ക് സകാത്ത് കൊടുക്കാൻ പറ്റുമോ? സകാത്ത് കൊടുക്കേണ്ടുന്ന ആളുടെ മഹല്ല് എന്ന് പറഞ്ഞാലേ അയാളുടെ മഹല്ലിലല്ല സകാത്ത് കൊടുക്കേണ്ടത്, അത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ സക്കാത്ത് കൊടുക്കുന്ന ആളുടെ മഹല്ലിലാണ്, അല്ലേ? ഇപ്പൊ എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? റമളാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണോ അവിടെയുള്ള ഫക്കീർ മിസ്കിന്മാർക്കാണ് ഞാൻ എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ എന്റെ മുതലിന്റെ ഫിത്ർ സക്കാത്തോ, എനിക്ക് മുതലുണ്ടെങ്കിൽ അത് ആ മുതൽ എവിടെയുള്ളത് വെച്ചാല് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ UAE-യിലാണെങ്കിൽ UAE-യിലുള്ള മുതലിന്റെ സക്കാത്ത് UAE-യിൽ കൊടുക്കണം. നേരെ മറിച്ച് നാട്ടിൽ കുറെ മുതലുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് അവിടെ കൊടുക്കണം. അപ്പൊ മുതലിന്റെ സക്കാത്ത് മുതൽ എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് വ്യക്തി എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ഏതാണ്ട് ആ മുതലുള്ള മഹലിലാണല്ലോ മുതലിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന്റെയും അപ്പുറത്തുള്ള ആൾക്ക് ആ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ആ മുതലിന്റെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പാടില്ല, അങ്ങോട്ട് നീക്കം ചെയ്യാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരിങ്ങല്ലൂര് മഹലില് അമീറിന് കുറെ സ്വത്തുണ്ട്. ബാങ്കിലൊക്കെ അമീറിന്റെ മുതലാണ് കാര്യമായിട്ടുള്ളത് നിൽക്കുക. എന്നാല് ആ മുതലിന്റെ സക്കാത്ത് എവിടെ കൊടുക്കണം? ഇരിങ്ങല്ലൂർ തന്നെ കൊടുക്കണം. അതിന്റെ സക്കാത്ത് എവിടെ കൊടുക്കാൻ പറ്റൂല? അത് ഇരിങ്ങല്ലൂർ മഹലിന്റെ അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ അമീർ ഇരിങ്ങല്ലൂരിന്റെ ഒരു അടുത്ത കുടുംബക്കാരനായ ഒരു ഫക്കീറായ ഒരാളുണ്ട് ഇരിങ്ങല്ലൂർ മഹലിന്റെ പുറത്ത്. അയാൾക്ക് കൊടുക്കണം നിൽക്കുന്ന എന്താ ചെയ്യണം? അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാവാം. ഇരിങ്ങല്ലൂര് അയാൾക്ക് വന്ന് വാങ്ങിക്കൊണ്ടാവാം. അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുകയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ സക്കാത്തിന്റെ മുതൽ എവിടെയാണോ ഉള്ളത് എങ്കിൽ ആ മഹല്ലിൽ വെച്ചായിരിക്കണം അതിന്റെ സക്കാത്തിന്റെ വിതരണം, അത്രേ ഉള്ളൂ. അത് ആ മഹല്ലിക്കാരൻ തന്നെ ആയിക്കോണമെന്നില്ല. പുറത്തുള്ള ഒരാൾ ഈ മഹല്ലിൽ വന്ന് വാങ്ങിയാൽ അതുകൊണ്ട് വിരോധമില്ല. അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ. നമ്മുടെ മഹലിൽ വന്നാൽ സക്കാത്ത് കൊടുക്കാൻ പറ്റും പറഞ്ഞല്ലോ. ദുആ വസിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സക്കാത്തിന്റെ അവകാശികളായ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? എന്താണ് സക്കാത്തിന്റെ അവകാശികളായ ഭർത്താവ്? സക്കാത്തിന്റെ അവകാശികളായ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവ് സക്കാത്തിന്റെ അവകാശി ആണ്. ആര്? ഭർത്താവ്, അല്ലെ? സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളാണ് എന്നർത്ഥം. ഫക്കീർ മിസ്കീനൊക്കെയാണ്. എന്നാ ഭാര്യയാണ് സക്കാത്ത് കൊടുക്കേണ്ടുന്ന ആളാണ് നിൽക്കുക. എന്നാ ആ ഭർത്താവിന് കൊടുക്കാൻ പറ്റും. ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം. കാരണം ഭർത്താവിന് ചെലവ് കൊടുക്കാൻ നിർബന്ധമാണ്, ഭാര്യന്റെ മേലില്ലല്ലോ. ഭാര്യ ഭർത്താവിന് അങ്ങോട്ട് ചെലവിന് കൊടുക്കണം? വേണ്ട, ഭർത്താവ് ഭാര്യക്ക് ഇങ്ങോട്ടാണ് ചെലവ് കൊടുക്കേണ്ടത്. അപ്പൊ ഭാര്യ ഭർത്താവിന് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവ് ആരാണ്? ഭർത്താവ് സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട ആളാണെങ്കിൽ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. ഇനി ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഭാര്യ സക്കാത്തിന്റെ ഫക്കീർ മിസ്കിന്മാരിൽ പെട്ട ആ വിഭാഗമാണ്. സക്കാത്തിന്റെ അവകാശപ്പെട്ട ആളാണ് ഭാര്യ. ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ ഭർത്താവിന് എന്ന്? അത് പറ്റൂല. കാരണം ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമാണ്. അപ്പൊ അയാളുടെ സക്കാത്ത് ഭാര്യക്ക് കൊടുക്കാൻ പറ്റുകയില്ല.
ആ ചെലവിന്റെ ഭാഗത്ത് കൂടെയുള്ള കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. നേരെ മറിച്ച് വേറെ നിലക്കുള്ള കൊടുക്കാം. ഭാര്യ എന്താണ്? ഭാര്യ കടക്കാരിയാണ്, ഭാര്യക്ക് കടണ്ട്. അങ്ങനെയുള്ള പിന്നെ ആ നിലക്ക് പിന്നെ സക്കാ ഉള്ള ആളാണ്. ഭാര്യന്റെ കടക്ക് കൂട്ടിയ ഭർത്താവിന് വേണ്ടി നിർബന്ധം ഇല്ല. അപ്പൊ ആ നിലക്കുള്ള സക്കാത്ത് കൊടുക്കാം. ആ വകുപ്പിൽ കൂടെയുള്ള സക്കാത്ത് ഭാര്യക്കും കൊടുക്കാം. ഭാര്യക്ക് ഫഖീർ മിസ്കീൻ പിന്നെ അങ്ങനെ ആ നിലക്ക് കൊടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതേ സമയത്ത് വേറെയുള്ള നിലക്ക് ഭാര്യ കടക്കാരിയാണ്, അങ്ങനത്തെ വിഷയം ആ രീതിയിലൊക്കെ ആണെങ്കിൽ ഭർത്താവിന് അവളെ കടം വിട്ടാൽ നിർബന്ധമില്ലല്ലോ. അപ്പൊ ആ നിലക്ക് സക്കാത്ത് കൊടുക്കുകയും ചെയ്യാമെന്നാണ്. അഖീഖത്ത് അറുക്കൽ ഉത്തമം ആടാണോ അല്ല പോത്തുമൂരി ആണോ? ഒന്നുകൂടി എന്നല്ലേ? ഒന്നുകൂടി എന്ന് പറഞ്ഞാലേ ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഈ AC ഒന്ന് ഓഫാക്കും. അപ്പോ സക്കാത്ത് ചെലവിന് കൊടുക്കാൻ നിർബന്ധമുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പൊ മാതാപിതാക്കൾ ഉമ്മാക്കും വാപ്പാക്കും ചെലവ് കൊടുക്കൽ മക്കളുടെ മേൽ നിർബന്ധമാണ്. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ മക്കളുടെ മേൽ നിർബന്ധമാണ്, അല്ല ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. പക്ഷെ അതേ സമയത്ത് ഉമ്മാക്കും വാപ്പാക്കും ആ മകന്റെ മേൽ നിർബന്ധമില്ലാത്ത രീതിയിലുള്ള പിന്നെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം, വാപ്പാക്ക് കടമുണ്ട്, വാപ്പാടെ കടം കൂട്ടലൊന്നും മകന്റെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല. അല്ലെങ്കിൽ ഉമ്മാക്ക് കടമുണ്ട്, അല്ലെങ്കിൽ ഭാര്യക്ക് കടമുണ്ട്, ഭാര്യന്റെ കടം കൂട്ടൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമല്ല. അപ്പൊ ആ രീതിയിൽ കടക്കാരിയായിക്കൊണ്ട് ഭാര്യ പിന്നെ സക്കാത്തിന്റെ 8 അവകാശികൾപ്പെട്ട ഒരു അവകാശിയാൾ ആര്? കടം കൊണ്ട് വലഞ്ഞവർ എന്നുള്ളത്. ആ നിലക്ക് സക്കാത്ത് കൊടുക്കാൻ ഭാര്യക്ക് എന്ന്. നേരെ മറിച്ച് അവൾ ഫഖീറത്താണ്, മിസ്കീനത്താണ്, ആ നിലക്ക് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അവൾക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. അപ്പൊ ആ രീതിയിലുള്ള ആ വകുപ്പിൽ ഭർത്താവിന് ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് അവൾ കടക്കാരിയാണ്, കടം കൊണ്ട് വലഞ്ഞവർ, അത് സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ടവരാണ്. അവളുടെ കടമാണെങ്കിലും വീട്ടിലെ ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം അർത്ഥം. അഖീഖത്ത് അറുക്കല് ഉത്തമം ആടാണോ അല്ല പോത്തുമൂരിയാണോ എന്നൊരു ചോദ്യം അല്ലേ? അഖീഖത്ത് അറുക്കല് ഒരു മൃഗത്തെ മാത്രമാണ് അറുക്കുന്നത് എങ്കിൽ, ഒരു മൃഗത്തെ മാത്രമാണ് അറുക്കുന്നതെങ്കിൽ പോത്ത് മൂരിയൊക്കെയാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു പോത്ത് ഒരു മൂരി, അത് 7 ആടിന്റെ സ്ഥാനത്താണ്. ശ്രദ്ധിക്കണ്ടോ? 7 ആടിന്റെ സ്ഥാനത്താണ് ഒരു പോത്ത് മൂരി പശു എരുമൊക്കെ. എന്താ കാരണം? 7 ആളുകൾ കൂടി ഒരു പോത്തിനെ അഖീഖത്തെറുക്കാം, അല്ലെ? ഒരു ഉളിഹത്തെറുക്കാം. 7 ആളുകൾ കൂടി പിന്നെ ഒരു എരുമയെയും പിന്നെ പശുവിനെയൊക്കെ അഖീഖത്തെറുക്കാം, ഒട്ടകത്തിനൊക്കെ. നേരെ മറിച്ച് ആടർക്കാണെങ്കിൽ ആർക്കാണെങ്കിൽ ഒരാൾക്ക് അത്ര തന്നെ പറ്റുള്ളൂ. ഒരാടിൽ ഒന്നിലധികം ആളുകൾ പങ്കുചേരാൻ പറ്റുകയില്ല. അപ്പൊ ഒരാളെ അഖീഖത്ത് അറുക്കുന്നത് ഒരു മൃഗത്തെ മാത്രമേ ആൾ അഖീഖത്ത് അറുത്തൊടുക്കണുള്ളൂ എങ്കിൽ അത് ഏറ്റവും നല്ലത് പോത്ത് മൂരി എരുമ അതൊക്കെയാണ്, ആടല്ല. നേരെ മറിച്ച് പിന്നെ ഒരു പോത്തും 7 ആടും കൂടി ആയാൽ ഏറ്റവും ഉത്തമം ഏതാണ്? അപ്പൊ അവിടെ 7 ആടാണ്. ഒരാൾ 7 ആടിനെ അറുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 7 ആടിന്റെ സ്ഥാനത്താണല്ലോ ഒരു പോത്ത്, അല്ലേ? അപ്പൊ അവിടെ 7 ആടിന് അറുത്ത് കൊടുക്കലാണോ ഒരു പോത്തിന് അറുത്ത് കൊടുക്കലാണോ ഏറ്റവും ഉത്തമം? അവിടെ 7 ആടിന് അറുത്ത് കൊടുക്കലാണ് ഉത്തമം, ഒരു പോത്തല്ല. നേരെ മറിച്ച് ഒരു മൃഗത്തെ മാത്രമേ അറുത്ത് കൊടുക്കുന്നുള്ളൂ. അവിടെ പോത്തുമൂരിയൊക്കെയാണ് ഏറ്റവും നല്ലത്, ആടല്ല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ S മറ്റേ മുമ്പരോട് ഞാൻ ചോദിച്ചു പറഞ്ഞത് ബക്കാലയാണ് അല്ലേ? നടത്തുന്ന ആളാണ്. അതിന്റെ ചരക്ക് വർഷത്തിൽ നോക്കി അതിന്റെ 2% സക്കാത്ത് കൊടുക്കുന്നതിന് പുറമെ അതിൽ നിന്നും ലാഭം കിട്ടുന്നത് സ്വരൂപിച്ചു വെച്ചാൽ വർഷം തികഞ്ഞാൽ അതിനും സക്കാത്ത് കൊടുക്കണമോ എന്നാണ് ചോദ്യം. ഒരാൾക്ക് എന്തുണ്ട്? കച്ചവട മുതലുണ്ട്. അയാൾക്ക് ബക്കാല നടത്തുന്ന ആളാണ്, ബക്കാലക്കാരനാണ്. അപ്പൊ അയാള് വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ ബക്കാലയിലുള്ള ചരക്ക്, ബഗാല എന്ന് പറയും സൗദികളൊക്കെ അല്ലേ, ബഗാല എന്ന് പറയും, ഇവിടെ ബക്കാല എന്ന് പറയല്. പിന്നെ ഇവിടെ സ്ഥാനം കാഫിലും ഗാന്ന് പറയാറുണ്ട്. പക്ഷെ ഈ ബക്കാലക്ക് ബക്കാല എന്ന് പറയലേ കേൾക്കാറുള്ളൂ. ഞാൻ ബഗാല ഞാൻ കേൾക്കാറില്ല. ഏതായാലും സൗദികൾ പറഞ്ഞ രീതിയിലാണ് ബഗാല. ആ ബഗാല ഒരു വർഷത്തിൽ എന്ത് ചെയ്യും? അതിന്റെ
അതിലാകെ ഉള്ള ചരക്കുകളുടെ കണക്കൊക്കെ എടുത്തിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉണ്ടല്ലോ, ഓരോ മാസം കിട്ടുന്ന ലാഭങ്ങൾ സ്വരൂപിച്ചു വെക്കുന്നുണ്ട്. അതിന്റെയും സക്കാത്ത് വേറെ കൊടുക്കണം. അതിന്റെ നമ്മുടെ കിതാബിൽ കാണാം, ഇല്ലാ ഇതാൻ അള്ളാ അല്ലെ, അങ്ങനത്തെ വാർത്ത ഉണ്ടല്ലോ അവിടെ. ഒരാളെ അയാൾ കച്ചവടം ചെയ്യാണ്. ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിനും അയാൾ ചരക്ക് വാങ്ങുകയാണ്. ഓരോ ദിവസവും കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ, ആ ലാഭത്തിന് അയാൾ എന്ത് ചെയ്യാണ്? ചരക്ക് വാങ്ങുകയാണ്. അവനെ ചരക്ക് നടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പോൾ അവിടെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ കച്ചവട സ്ഥാപനത്തിലുള്ള ആകെ ചരക്കിന്റെ കണക്കെടുക്കുക. എന്നിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കുക നിർബന്ധമാണ്. അത് ഓരോ ചരക്കിനും ഒരു വർഷം പൂർത്തിയാവണം എന്നില്ല എന്നർത്ഥം. കിട്ടുന്ന ലാഭം കൊണ്ട് അയാൾ വീണ്ടും ചരക്ക് വാങ്ങുകയാണ്. അങ്ങനെ ആകുകയാണെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആ കടയിൽ ആകെ എത്ര ചരക്കുണ്ട് നോക്കുക. എന്നിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കുക. നേരെ മറിച്ച് കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് ചരക്ക് വാങ്ങിയിട്ട് പീടികയിൽ ഇടുന്നില്ല ആള്. പിന്നെന്ത് ചെയ്യാണ്? അയാൾ ലാഭം ഒക്കെ വേറെ പൈസയായിട്ട് സ്വരൂപിച്ചു വെക്കുകയാണ്. എന്നാൽ അവിടെ ആ പൈസയായി സ്വരൂപിച്ച് വെച്ചോടെ മുതൽ അതിന് നിസാബ് തികയുന്ന സംഖ്യയായി 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയായി. അത് മുതൽ ഒരു വർഷം പൂർത്തിയായി അതിന്റെ സക്കാത്ത് വേറെ കൊടുക്കണം. ആ പൈസന്റെ സക്കാത്ത് വേറെ കൊടുക്കണം. മനസ്സിലായല്ലോ അല്ലെ? പിന്നെ നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് എപ്പോഴൊക്കെയാണ്? ചുമലിന്റെ നേരെ. നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് എപ്പോഴൊക്കെ എന്നാണ്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ചുമലിന് നേരെ കൈ ഉയർത്തേണ്ട സുന്നത്താണ് അല്ലെ? പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം റുക്കൂഇലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ്. ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ ഉയർത്തൽ സുന്നത്താണ്. പിന്നെ ആദ്യത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും, അല്ല രണ്ടാമത്തെ റക്അത്ത് അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമല്ലോ, അപ്പോഴും തന്നെ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ട്. മനസ്സിലായല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം ആദ്യ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ അറിയില്ല, തക്ബീറത്തുൽ ഇഹ്റാം ആ സമയത്ത് 2 കൈയും ചുമലിന്റെ നേരെ ഉയർത്തിക്കെട്ടൽ സുന്നത്താണ്. പിന്നെ എപ്പോഴാണ് ഉയർത്തൽ സുന്നത്താണ്? പിന്നെ റുക്കൂഇലേക്ക് പോകുമ്പോൾ കൈ ചുമലിന്റെ നേരെ ഉയർത്തൽ സുന്നത്തുണ്ട്. റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോഴും സുന്നത്തുണ്ട്. പിന്നെയോ? പിന്നെ സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങനെ വേണം? ഇല്ല. പിന്നെ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ അങ്ങനെ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. വറഫ്ഉ കഫൈഹി ഔ ഇഹ്ദാഹുമാ ഇൻ തഅസറ റഫ്ഉൽ ഉഖ്റാ بكشف أي مع كشفهما ويكره خلافه ومع تفريق أصابعهما تفريقا وسطا حذف أي مقابل منكبيه بحيث يحاذي أطراف أصابعه على أعلى أذنيه وإبهاماه شحمتي أذنيه وراحتاه منكبيه للاتباع. لا بردا وهذه الكيفية إننا ഉയർത്തല് പിന്നെ 2 വിരലുകളുടെയും 2 കൈയിന്റെയും വിരലുകളുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് ചെവിയുടെ മുകൾ ഭാഗത്തോട് നേരിടുന്ന രീതിയിലും 2 കൈയിന്റെയും പെരുവിരൽ ചെവിന്റെ ആ തൊട്ടിണ്ടല്ലോ, ആ ചെവിത്തൊട്ടിയോട് നേരിടുന്ന രീതിയിലും, പിന്നെ അവന്റെ ഉള്ളം കൈ അത് അവന്റെ ചുമലിനോട് നേരിടുന്ന രീതിയിലും പിന്നെ കൈ ഉയർത്തുക. ഉയർത്തുക ഇത് സുന്നത്താണ്. എപ്പോഴൊക്കെ? വഹാദിഹിൽ കൈഫിയത്തു തുസന്നു മഅ ജമീരി തക്ബീരി തഹറുമിൻ, എല്ലാ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലും അങ്ങനെ സുന്നത്താണ്. വമഅ റുകൂഇൻ, റുകൂഇലേക്ക് പോകുമ്പോഴും അത് സുന്നത്താണ്. വറഫ്ഇൻ മിൻഹു, ആ റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും. വറഫ്ഇൻ മിൻ തശഹുദിൻ അവ്വൽ, ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴും ആണ് ഇത് സുന്നത്തുള്ളത്. കൈ ഉയർത്തലേ ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമസ്കാരത്തിന് ശേഷം ഉള്ള ദുആ സുന്നത്ത് നിസ്കാരത്തിന് മുമ്പോ ശേഷമോ നല്ലത്? ഫർദ് നിസ്കാരത്തിന് ഉടനെയാണ് സുന്നത്ത്. ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ ആ ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ അത് ഏറ്റവും അഫ്ളൽ എപ്പോഴാണ്? നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പാണ് സുന്നത്ത്.
ദുബറ കുല്ലി മക്തൂബത്തിൻ അല്ലെ, എല്ലാ ഫർലാക്കപ്പെട്ട നിസ്കാരങ്ങൾക്കും ശേഷം ദുആഇന് പ്രത്യേകമായ ഉത്തരമുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെന്താണ്? ഒരു PM കുറെ ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഫോൺ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഫോൺ എടുത്തില്ല, തിരക്കിലായിരിക്കും ഉസ്താദെ. ഞാൻ വളരെ വിഷമത്തിലാണ്. എന്റെ ഭാര്യയുടെ അനിയത്തിക്ക് സുഖമില്ല. അവൾക്ക് 3 കുട്ടികളുണ്ട്, 2 പെണ്ണും 1 ആൺകുട്ടി. പ്ലീസ് ഒന്ന് അല്ല +1 ശരി, +1 പഠിക്കുന്നു. 4ഉം 6ഉം പ്രായം ആണ്. തയ്യാറുള്ളവർ ഭർത്താവ് ആണ്. ഭർത്താവ് കുവൈത്തിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അവന് ചെറിയ ജോലിയുണ്ട്. ലീവ് കഴിയാറായി. ഇന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വല്ലാത്ത വിഷമം. അവന്റെ 3 കുട്ടികളും വളാഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഛർദിയും പനിയും ആയിട്ട്. ഭാര്യയെ തൃശൂരിൽ അമലയിൽ അഡ്മിറ്റ്. എന്റെ സങ്കടം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് അസുഖം മാറുവാൻ വേണ്ടി നമ്മുടെ ക്ലാസ് റൂമിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അത് പറയാനായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നത്. ഞാൻ ഫോൺ എടുക്കാനുള്ള കാരണം ചിലപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു 9 മണിക്കൊക്കെ ശേഷം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം. അപ്പൊ അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാതിരുന്നത്. അതല്ല, ഉണർച്ച സമയത്താണ് ഞാൻ ഫോൺ എടുക്കുകയും ചെയ്യും. അല്ലാത്ത ഉറക്കത്തിൽ ചിലപ്പോൾ അറിയില്ല, അങ്ങനെയാണ് ഫോൺ എടുക്കാതിരിക്കുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫദ്ല് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, മറ്റ് എല്ലാ നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും മലായിക്കത്തിന്റെയും ജിന്നിലും ഇൻസിലും പെട്ട സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ആ കുട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. ആ കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. അവർക്കെല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ശിഫയും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടി ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അവരെയും നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഒരു ഫറജ് അള്ളാഹു നൽകും. നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആമീൻ പറയണ്ടല്ലോ. അവരുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരാൾ കുറച്ച് പണം എന്റെ പക്കൽ സൂക്ഷിക്കാൻ തന്നു. അത് എന്റെ അടുക്കൽ വെക്കാൻ ഭയം കാരണം മറ്റൊരാൾ കടം ചോദിച്ചപ്പോൾ അയാൾക്ക് കൊടുത്തു. അയാൾ ആ പണം എന്തോ കച്ചവടത്തിൽ ഇറക്കി. അതിൽ അയാൾക്ക് ലാഭം കിട്ടി. അതിന്റെ ഒരംശം അയാൾ എനിക്ക് തന്നു. അത് എനിക്ക് ഹലാലാകുമോ? പിന്നെ പണത്തിന്റെ ഉടമയോട് പറയേണ്ടതുണ്ടോ? പണത്തിന്റെ ഉടമയോട് നിങ്ങൾക്കടുത്ത് സൂക്ഷിക്കാൻ തന്നതാണ്. എപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ തരണം എന്നാ പറഞ്ഞത്. അയാളെ നിങ്ങൾ ഈ പൈസ വേറെ വിഷയത്തിൽ ഇറക്കിയത് കാരണം പിന്നെ അയാൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കേണ്ടുന്ന ഒരു വിഷയം വരണമെന്നില്ല. എന്നാൽ അത് അങ്ങനെ തക്കടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാൾ സംഖ്യ തന്നാണ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി.
അയാൾ എപ്പോൾ ചോദിച്ചാലും എനിക്ക് തിരിച്ചു തരണം എന്നയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണ കൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെന്താണ് അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹു ബർക്കത്തുകൊണ്ട് ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹാ ശിഫാൻ തഅമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അള്ളാഹു അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഇമാമിന്റെ ഖിറാഅത്തിൽ പിഴച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്ന മഅ്മൂം മനസ്സിൽ വല്ലതും കരുതേണ്ടതുണ്ട്. ഇയാളിപ്പോ ഇവിടെ ഉണ്ടാ? ഇയാളിപ്പോ ഇവിടെ ഉണ്ടായി ചോദിച്ച ആള് പറഞ്ഞ കാരണം ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇതിന് മറുപടിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടാ ആള് ചോദിച്ചാള്? ഈ ചോദിച്ച ആളുണ്ട്. അയാളെ ചെയ്ത ഒരു പി എം ചെയ്താൽ മതി. ഉണ്ട്, ആളുണ്ട്. ഇമാമിന് പഴച്ചു, ഇമാമ് ഓതുകയായിരുന്നു, അയാൾക്ക് പഴച്ചു നിൽക്കുക. അപ്പൊ മൗമൂം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അയാൾ മനസ്സിലായി മൗമൂമിന് പറഞ്ഞു കൊടുക്കലാണ് എന്ന മാത്രം കരുതി നിൽക്കുക. എന്ന നിസ്കാരം ബാത്തിലാകും. ഇമാമ് പഴക്കുമ്പോഴേ ഇമാമിനാൾ പറഞ്ഞെടുക്കുമ്പോ ഇമാമിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന നിയ്യത്ത് മാത്രമേ ആൾക്കുള്ളൂ. എന്നാലാണ് നിസ്കാരം ബാത്തിലാകും. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും എന്തെങ്കിലും പഴച്ചാലൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സമയമല്ലല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാലേ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പഴച്ച് അപ്പൊ അവർക്കൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് നിസ്കാരം എന്ന് പറഞ്ഞാല് അല്ല. അപ്പൊ അങ്ങനെ അതേ സമയത്ത് അയാൾ അതുകൊണ്ട് കരുതിയത് അയാൾ ഓതുക എന്നുള്ള കരുത്താണുള്ളത്. അത് ഖുർആൻ ഓതുക എന്ന കരുത്തോടു കൂടിയാണ് ആൾ എന്ത് ചെയ്തത് ഓതിയത്. ഉദാഹരണം പറയാണ് ഇമാം ഇങ്ങനെ ഓതുകണ്ട് ഇന്ന ഇലൈന എന്ന് പറഞ്ഞിട്ട് ഇമാം നിൽക്കുക. ഇന്ന ഇലൈന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല ബാക്കിയുള്ളത്. അപ്പം മൗമൂം എന്താ പറയുക? ഇന്ന ഇലൈന ഇയാബഹും എന്നുള്ള ആയത്തന്നെ ഓതി. ആ ഓതുമ്പോൾ മൗമൂം എന്ത് കരുതണം? മൗമൂം കരുതണം പിന്നെ ഞാൻ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഓതുകയാണ് എന്ന് കരുതണം. അതല്ലാതെ ഞാൻ ഇമാമിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് മാത്രം കരുതി നിൽക്കുക. എന്നാൽ ഇമാം ആ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് അയാൾ ഞാനൊരു ആയത്ത് ഓതുകയാണ് എന്നാണ് കരുതിയത്, നിസ്കാരം ബാത്തിലാകൂല. അതിൽ ഞാൻ ആയത്ത് ഓതുകയാണ് എന്ന കരുത്തുണ്ട്, ഇമാമിന് പറഞ്ഞു കൊടുക്കുകയാണ് ആര് കരുത്തു, രണ്ടും ഉണ്ട്. എന്നാലും നിസ്കാരം ബാത്തിലാകൂല. ഇമാമിന് പറഞ്ഞു കൊടുക്കുന്നു എന്ന നിയ്യത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ നിസ്കാരം ബാത്തിലാകും. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഓതുമ്പോൾ ചില ഇടങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് വിവരിക്കുമോ? എങ്ങനെ, എപ്പോൾ? ഖുർആൻ അത് സുന്നത്താണ്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയും. തിലാവത്തിന്റെ സുജൂദ് അത് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ അതിന്റെ അടയാളം ഉണ്ടാവും 14 സ്ഥലങ്ങളിൽ. നിങ്ങളിപ്പോ വേണമെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് ഇപ്പോ ഏറ്റവും എളുപ്പം പിന്നെ സൂറത്തുൽ പിന്നെ ഇഖ്റ ബിസ്മി ഉണ്ടല്ലോ, ഇഖ്റ ബിസ്മി എന്ന് നോക്കിയാൽ മതി. ഇപ്പോ ഇഖ്റ ബിസ്മി റബ്ബിക് അതിലുണ്ടാവും അല്ലേ. പിന്നെ ഫസ്ജുദ് വഖ്തരിബ് അതിലെന്നെ ഉള്ളത് അല്ലേ. എന്താണ് ഇപ്പൊ ആദ്യം ഒന്ന് ഓതേണ്ടി വരുമോ? ഏതായാലും ശരി അല്ലേ. അപ്പൊ അവിടെ ഒരു മുസല്ലയുടെ അടയാളം ഉണ്ടാവും. ഒരു മുസല്ല പോലെ ഉണ്ടല്ലോ, ഒരു മുസല്ല ഉണ്ടല്ലോ, ഒരു മുസല്ലന്റെ അടയാളം ഉണ്ടാവും അവിടെ. സാധാരണ നമ്മുടെ ഈ സൗദി പച്ച മുസാഫിലൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവും. അപ്പൊ ആ സ്ഥലം എത്തിയാൽ സുജൂദ് ചെയ്യുക, അത് സുന്നത്താണ്. ആ സുജൂദ് ചെയ്യുമ്പോൾ അവന് ഒളു വേണം. സാധാരണ നിസ്കാരത്തിന് ഷർട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനും ബാധകമാണ്. ഒളു വേണം. വലിയ ശുദ്ധിയത്തോടും ചെറിയ ശുദ്ധിയത്തോട്ടൊക്കെ ശുദ്ധിയാവണം. നേഴ്സിനത്തോട്ടും ശുദ്ധിയാവണം. പിന്നെ ഔറത്ത് മറച്ചിരിക്കണം. മുട്ടൂക്കന്റെ ഇടയുടെ സ്ഥലത്ത് സാധാരണ നിസ്കരിക്കുമ്പോൾ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറക്കണം. സാധാരണ നിസ്കരിക്കണമെങ്കിൽ വുളു ആണല്ലോ, അതുപോലെ തന്നെ ഇതിന് ഒളു വേണം. ഖിബ്ലയിലേക്ക് മുന്നിടണം. എന്നിട്ട് തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോട് കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോട് കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ഒരു സുജൂദ് ചെയ്യുക. ഒരു സുജൂദ്. ആ സുജൂദിൽ സാധാരണ സുജൂദ് ചെല്ലാറുള്ളത് ചെല്ലിയാലും മതി. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലിയാലും മതി. അതല്ലീ സജദ വജ്ഹഹു ലില്ലദീ ഖലഖഹു പിന്നെ വസവ്വറഹു വശഖ സമഅഹു വബസറഹു വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അതും ചെല്ലാം. അത് സാധാരണ സുജൂദിൽ ചെല്ലൽ സുന്നത്താണ്. അത് ഈ തിലാവത്തിന്റെ സുജൂദിൽ ചെല്ലൽ സുന്നത്തുണ്ട്. അതൊന്നും അല്ലാത്ത സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി മാത്രം സാധാരണ സുജൂദ് ചെല്ലാറുള്ളതുണ്ടല്ലോ, അത് ചെല്ലിയാലും മതി. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും സുജൂദ് സഹിയാവുകയും ചെയ്യും. അങ്ങനെ ഒരു സുജൂദ് ചെയ്തതിനു ശേഷം പിന്നെ ഇരുന്നിട്ട് ഒരു സലാം കൂട്ടുക.
ഇതാണ് അതിന്റെ രൂപം. നിസ്കാരത്തിലും അത് സുന്നത്താണ്. തിലാവത്തിന്റെ സുജൂദേ നിസ്കാരത്തിലും സുന്നത്താണ്. നിസ്കരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓതിയത്, ആ ഭാഗം ഓതിയത്. ഈ 14 സ്ഥലങ്ങളുണ്ടല്ലോ ആ ഭാഗം ഓതിയത്. അപ്പോഴും പിന്നെ സുജൂദ് സുന്നത്തുണ്ട്. അവിടെ പിന്നെ വേറെ നിയ്യത്ത്, പ്രത്യേക നിയ്യത്തൊന്നും വേണ്ട. വേറെ തക്ബീറത്തുൽ ഇഹ്റാമൊന്നും വേണ്ട, നിയ്യത്തൊന്നും വേണ്ടാന്ന്. പിന്നെ എന്ത് ചെയ്താൽ മതി? ആ സ്ഥലം എത്തിയാൽ നേരെ സുജൂദിലേക്കാണ് പോവുക. എന്നിട്ട് ഒരു സുജൂദ് ചെയ്യുക, എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുക. അതല്ലാതെ പിന്നെ അതിനുവേണ്ടി വേറെ തക്ബീറത്തുൽ ഇഹ്റാമോ അല്ലെങ്കിൽ സലാമോട്ടിലൊന്നും അതിനില്ല. നിസ്കാരത്തിൽ വെച്ച് സുജൂദ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഉസ്താദെ, പെൺകുട്ടികളുടെ ഹിജാബ് എത്ര വയസ്സ് മുതലാണ് ഹിജാബ്? പ്രായപൂർത്തി എത്തിയാൽ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, അപ്പോൾ അവൾ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറക്കൽ നിർബന്ധമാണ്. പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികളാണ്, അതുപോലെ തല മറക്കുക, പിന്നെ ഫസ്റ്റുദാണ് ഞാൻ നേരത്തെ പറഞ്ഞതില്ല. അപ്പോ പ്രായപൂർത്തി എത്താത്ത ചെറിയ പെൺകുട്ടികളുണ്ടല്ലോ, അവർക്കിപ്പോ തല മറക്കല് അതുപോലത്തെ മറ്റു ഭാഗങ്ങൾ മറക്കാൻ നിർബന്ധമൊന്നുമില്ല. പ്രായപൂർത്തി എത്തിയാൽ മറക്കൽ നിർബന്ധമുള്ള സ്ഥലങ്ങളൊക്കെ മറക്കൽ നിർബന്ധമാണ്. പെൺകുട്ടികൾക്ക് പ്രായം എത്ര എപ്പോഴാണെന്ന്, പ്രായത്തിൽ അവർക്ക് ഹൈദ് ഉണ്ടായാൽ 15 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഹൈദ് ഉണ്ടാവുകയോ ചെയ്തു. 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പെണ്ണിന് ഹൈദ് ഉണ്ടായി. എന്നാൽ ഹൈദ് ഉണ്ടായാൽ അവൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുമുതൽ അവൾ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറക്കലും നിർബന്ധം തന്നെയാണ്. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വുളു എടുത്ത വെള്ളം ക്ലോസറ്റിൽ ഒഴിക്കുന്നതിന്റെ വിധി, അത് വിരോധമൊന്നുമില്ല. ഹഖീഖത്ത് അറുക്കൽ എത്ര വർഷം വരെ നീട്ടാം? ഹഖീഖത്ത് അറുക്കല് വുളു എടുത്ത വെള്ളം പിന്നെ ഈ ക്ലോസറ്റിൽ നിന്നല്ലാതെ വേറെ നല്ല സ്ഥലങ്ങളിലേക്ക് ഒഴുക്കി കളയാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഇനി അത് സാധിക്കൂല നിൽക്കുക. ഇപ്പൊ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഇവിടെ വുളുഎടുത്ത വെള്ളവും കക്കൂസത്തെ വെള്ളവും ഒക്കെ ഇതിലേക്ക് തന്നെ പോവുക അല്ലെ. എന്തായാലും പറയാൻ ആ ഗട്ടറിലേക്കാണ് ഇത് എല്ലാം പോവുക. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏറ്റവും നല്ലത് അല്ലാത്ത സ്ഥലത്തേക്ക് ഒഴുക്കി കളയൽ തന്നെയാണ് നല്ലത്. പിന്നെ ഹഖീഖത്ത് അറുക്കൽ സുന്നത്ത് പ്രസവിച്ചതിന്റെ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം സാധിച്ചിട്ടില്ലെങ്കിൽ 14ന്റെ അന്ന്, 14ന്റെ അന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ 21ന്റെ അന്ന്. അങ്ങനെ 7ന്റെ പിന്നെ 28, 35 അങ്ങനെ 7 പെരുക്കിയാൽ ഉണ്ടാവുന്ന സംഖ്യ ഉണ്ടാവില്ല. ആ ദിവസങ്ങളിൽ അറുക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ പറഞ്ഞിട്ടുണ്ട്. 7ന്റെ അന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ 14, 14 സാധിച്ചിട്ട് 21, 21 സാധിച്ചിട്ട് 28, അങ്ങനെ 7 കൂട്ടിയാൽ കിട്ടുന്ന ആ സംഖ്യ ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ അറുക്കൽ സുന്നത്താണ്. ഇനി എത്ര വരെ നീട്ടാം? എത്രയും നീട്ടാം. ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നവരേക്കും ആ കുട്ടിയുടെ ഹഖീഖത്ത് അറുക്കൽ ആ കുട്ടിക്ക് ചെലവെടുക്കൽ നിർബന്ധമായ ആളമേൽ സുന്നത്താണ്. കുട്ടിക്ക് പ്രായപൂർത്തി എത്തി നിൽക്കുക, എന്നാൽ ആ ചെലവെടുക്കൽ നിർബന്ധമായ ആളുടെ സുന്നത്തിന്റെ സമയം നഷ്ടപ്പെട്ട് പിന്നെ അവന്റെ ഹഖീഖത്ത് അവന് തന്നെ അറുക്കൽ സുന്നത്തുണ്ട്. അവന് സാധിക്കുകയാണെങ്കിൽ അവന്റെ ഹഖീഖത്ത് അവൻ തന്നെ അറക്കുക വലുതായതിനു ശേഷം, അത് സുന്നത്തുണ്ട്. തിലാവത്തിന്റെ സുജൂദിൽ തക്ബീറത്തുൽ ഇഹ്റാം സലാം വീട്ടലും പറ്റുമോ? തിലാവത്തിന്റെ പറ്റുമോ എന്നല്ല, നിർബന്ധാണ്. തക്ബീറത്തുൽ ഇഹ്റാമേ ഞാൻ തിലാവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ, പിന്നെന്താ സലാം വീട്ടുക. സലാം വീട്ടലും പറ്റുമോ എന്നല്ല, നിർബന്ധാണ്. ബാത്റൂമിൽ നിന്ന് വുളു എടുക്കാൻ പറ്റുമോ? ബാത്റൂമിൽ നിന്ന് ഒന്നുണ്ടാക്കല് കറാഹത്താണ്. ബാത്റൂമിൽ എന്ന് പറഞ്ഞാല് പിന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് പിന്നെ വുളു ചെയ്ത് കറാഹത്താണ്. അതേസമയത്ത് മലമൂത്ര വിസർജനത്തിലുള്ള സ്ഥലം വേറെയും വുളു ചെയ്യാൻ വേറെയും ഒക്കെ ആ ബാത്റൂമിൽ തന്നെ സ്ഥലമുണ്ട്. വലിയ ബാത്റൂമാണ്, അവിടെ അതിലുണ്ടത് വുളു ഉണ്ടാക്കാനൊക്കെ വേറെ സ്ഥലമുണ്ട്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലം അല്ലാത്ത ഭാഗം അവിടെ ഉണ്ട്. എന്നാൽ അവിടെ ചുമലാക്കൽ കറാഹത്തും ഇല്ല. ഇനി ഉസ്താദെ, സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ മുഖവും മുങ്കയും ഒഴികെ ഉള്ളതും മാത്രം സ്ത്രീകളുടെ നിസ്കാരത്തിന്റെ പുറത്ത് സ്ത്രീകൾ പുറത്തു പോകുന്ന സമയത്ത് ആ സ്ത്രീ മറക്ക നിർബന്ധമുള്ള സ്ഥലങ്ങൾ ഏതാണ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നല്ലൊരു ശതമാനം ഉലമാക്കൾ പറയുന്നുണ്ട് നിസ്കാരത്തിൽ ഉള്ളതുപോലെ തന്നെ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം മറച്ചാൽ മതി. സ്ത്രീ പുറത്തു പോകുന്ന സമയത്ത്
മുഖം മറക്കൽ നിർബന്ധമില്ല, മുങ്കൈ മറക്കൽ നിർബന്ധമില്ല, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മറച്ചാൽ മതി എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം ഉലമാക്കളുണ്ട്. എന്നാൽ അതല്ല, മുഖവും മുങ്കയും അടക്കം മറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരും നല്ലൊരു വിഭാഗമുണ്ട്. ഏതായാലും ശരി, ഏറ്റവും ഉത്തമം മുഖവും മുങ്കയും ഒഴിച്ച് മുഖവും മുങ്കയും അടക്കം മറക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു പെണ്ണ് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയൊക്കെ സ്ഥലം മറച്ചുകൊണ്ട് പുറത്ത് പോയി നിൽക്കുക, അതിന്റെ പേരിൽ അവൾ ആക്ഷേപിക്കാൻ പറ്റുകയില്ല. അവൾ അവറത്ത് മറച്ച് പോയവളായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതിന്റെ അർത്ഥം അവളുടെ മുഖത്തേക്ക് ആണുങ്ങൾക്ക് നോക്കാൻ പറ്റും എന്നല്ല, അവൾക്ക് മറക്കല് അത്ര നിർബന്ധമുള്ളൂ എന്ന്. പിന്നെ പുരുഷന് പുറത്തു പോകുമ്പോ പുരുഷന് എത്ര മറക്കൽ നിർബന്ധമുള്ളത്? ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്ന അല്ലല്ലോ. സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ അവിടെയാണ് അവന്റെ കുറ്റക്കാര്. അതുപോലെ തന്നെ ഒരു സ്ത്രീന്റെ മുഖത്തേക്കും മുങ്കയിലേക്കും ഒരു പുരുഷൻ നോക്കുകയാണെങ്കിൽ അവനാണ് കുറ്റക്കാരൻ, അതല്ലാതെ അവൾ കുറ്റക്കാരിയല്ല എന്ന്. കാരണം അവൾ അവളുടെ അവറത്ത് മറച്ചിട്ടുണ്ട്. അവളുടെ അവറത്താണെങ്കിലോ മുഖവും മുങ്കയും ഒഴിച്ചുള്ള സ്ഥലങ്ങളാണ്. മനസ്സിലായിണ്ടാവൂല്ലോ അല്ലെ? ഇനി ഇനിയിപ്പോ ഇങ്ങനെ അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല, ഇങ്ങനെ പി എങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ഇൻഷാല്ലാ പിഎമ്മിനൊക്കെ നമുക്ക് പിന്നീട് മറുപടി നൽകാം. അള്ളാഹു സുബ്ഹാനഹു ഇതിലേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വാലിഹ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് നമുക്ക് എല്ലാവർക്കും മീസാനിൽ വലിയ ഭാരം നൽകുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരും